നാം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ദൈവപ്രവൃത്തി നമ്മിൽ കാണാതിരിക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സങ്കടം നമ്മുടെ ജീവിതത്തിൽ. നമ്മളെപ്പോഴും ദൈവത്തോട് ചോദിക്കും, ദൈവമേ, എനിക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ, എനിക്ക് അറിവില്ലാഞ്ഞിട്ടാണോ എന്നെ മാത്രം ഉപയോഗിക്കാത്ത, എന്നിലൂടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കാത്തതെന്ന് നമ്മൾ പലവട്ടം ദൈവത്തോട് ചോദിക്കാറില്ലേ? എന്നാൽ ദൈവം നമ്മെ ഉപയോഗിക്കണമെങ്കിൽ, നമ്മിലൂടെ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കണമെങ്കിൽ, ഒരു ഉണർവിൻ്റെ ഭാഗമായി നാം മാറണമെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് വാങ്ങിപ്പോയി എന്ന് നാം വായിക്കുന്നു. തൊട്ടടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുക, നസ്രയത്ത് വിട്ടു, സെബുലൂൻ്റെയും നഫ്താലിയുടെയും അതിരിങ്കൽ കഫർനൂമിൽ ചെന്ന് പാർത്തു. അർത്ഥം, നസ്രയത്ത് വിട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സേഫാണെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളെയും നാം വിടാതെ ദൈവം നമ്മെ ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. സേഫ് സോൺ മുറുകെ പിടിക്കുകയും ദൈവപ്രവൃത്തി നടക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നമ്മളിലൂടെ ദൈവപ്രവൃത്തി നടക്കത്തില്ല. നാം നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സറണ്ടർ ചെയ്യുകയും വിടേണ്ടതിനെ വിടേണ്ടതുപോലെ വിടുകയും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നാം എത്തുകയും ചെയ്താൽ ആ നിമിഷം മുതൽ നമ്മളിലൂടെ ദൈവപ്രവൃത്തി ആരംഭിച്ചിരിക്കും. അതുകൊണ്ട് മുറുകെ പിടിച്ചിരിക്കുന്ന ആ സേഫ് സോണിനെ പൊട്ടിച്ചുകളാ. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.